ഇപ്പോൾ ചേതൻ കൂടി എന്നോടൊപ്പം കോഴിക്കോട് ചേരുകയാണ്. ഷാഫി പറമ്പിലിന്റെ വാർത്താ സമ്മേളനത്തിന് വിവരങ്ങൾ നൽകാനാണ് ചേതൻ ചേരുന്നത്. ഷാഫി ഇന്ന് 10 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വടകരയിലാണ് ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുക എന്ന് അറിയാൻ കഴിയുന്നു. ചേതൻ, ഗുഡ് മോർണിംഗ്. ഷാഫി പറമ്പിൽ എന്തു പറയും എന്നാണ് ഇപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറയുമോ അതോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിച്ച് സംരക്ഷിക്കാൻ ശ്രമിക്കുമോ എന്നാണ് കേരളം കാത്തിരിക്കുന്നത്. ഏതായാലും ഇന്ന് 10 മണിക്ക് ഷാഫി മാധ്യമങ്ങളെ കാണുമല്ലേ? തീർച്ചയായും മനു, ഇന്ന് രാവിലെ 10 മണിക്ക് ഷാഫി പറമ്പിൽ MP മാധ്യമങ്ങളെ കാണുന്നതായിരിക്കും. വടകരയിൽ വെച്ചാണ് ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുക. മനു സൂചിപ്പിച്ചതിൽ തന്നെ എന്തു പറയും എന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുമോ രാഹുൽ മാങ്കൂട്ടിനെ ന്യായീകരിക്കുമോ എന്ന ആണ് ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാന ചോദ്യം. ഈ രാഷ്ട്രീയം പരിശോധിക്കുന്നവർക്ക് വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഈ ഷാഫി പറമ്പിൽ MP-യുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് എല്ലാവർക്കും അറിയാം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിനു മുന്നോടിയായി ഷാഫി പറമ്പിൽ വടകരയിലേക്ക് മത്സരിക്കുമ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പല പേരുകളും ഉയർന്നു വന്നു ഈ പാലക്കാട് സീറ്റിനായി. പക്ഷേ മറ്റൊരു ജില്ലക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിനെ കെട്ടിയിറക്കി. അത് അറിയുന്നവർക്ക് വ്യക്തമാണ്. ഷാഫി പറമ്പിൽ ഇടപെട്ടാണ്. ഷാഫി പറമ്പിൽ നേരിട്ട് KPCC-യോട് പറയുകയായിരുന്നു, അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചാൽ മാത്രമേ താൻ ആ ഉപതെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും സഹകരിക്കൂ. രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കാൻ എല്ലാവിധ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായെങ്കിൽ മാത്രമേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിൽ ഇറങ്ങൂ എന്ന് മറ്റുള്ള വാർത്തകളൊക്കെ ആ സമയം പുറത്തു വന്നിരുന്നു. ഏതായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗോഡ്ഫാദർ, രാഷ്ട്രീയത്തിലെ ഗോഡ്ഫാദർ എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൂടിയാണ് ഷാഫി പറമ്പിൽ MP. ഈ എന്തു പറയും ഷാഫി പറമ്പിൽ എന്നാണ്. കാരണം തുടർച്ചയായ ആരോപണ പരാതികളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്. ഒരു പരാതി മാത്രമല്ല, ഒന്നിലേറെ ഇപ്പോൾ 5 പരാതികളൊക്കെ കടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓരോ ദിവസം കൂടുന്തോറും പരാതികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. MLA സ്ഥാനം രാജിവെക്കുമോ എന്നുള്ള കാര്യങ്ങളടക്കം ഇന്ന് അതൊക്കെ വേറെ ചർച്ചകൾ. നമ്മളെ സംബന്ധിച്ച് ഒറ്റ കാര്യമാണ് അറിയാനുള്ളത്. ഷാഫി പറമ്പിലിന്റെ നിലപാടാണല്ലോ. കാരണം ഇപ്പോൾ ചേതൻ പറഞ്ഞതുപോലെ ഏറ്റവും അടുത്തയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഏറ്റവും അടുത്തയാൾ. അവർ പരസ്പരം മനസാക്ഷി സൂക്ഷിപ്പുകാരാണ് എന്ന് അവർ തന്നെ പറഞ്ഞതാണ്, നമ്മൾ പറഞ്ഞതല്ല. അവർ തന്നെ ആ ഇലക്ഷൻ സമയത്തൊക്കെ നമ്മളോട് പറഞ്ഞതാണ്, ഞങ്ങൾ ഏറ്റവും അടുത്ത ബന്ധമുള്ളവരാണ്, ഏറ്റവും മനസാക്ഷിയാണ് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് നമ്മളോട് പറഞ്ഞത് അവർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് മാത്രമല്ല, ഹണി ഭാസ്കരൻ അടക്കമുള്ളവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഷാഫി പറമ്പിലിനോട് പല പെൺകുട്ടികളും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള വൃത്തികേടുകളെക്കുറിച്ച് പറഞ്ഞിരുന്നു, ഒരു നടപടിയും ഉണ്ടായില്ല. അപ്പോൾ അറിഞ്ഞിട്ടും മിണ്ടാതിരുന്ന് സംരക്ഷിക്കുക, അതും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ. MP ആണ്, MLA ആയിരുന്നു, KPCC വർക്കിംഗ് പ്രസിഡന്റ് ആണ്. ചില്ലറ ആരോപണങ്ങളല്ല ഇവിടെ ഷാഫിയുടെ മുന്നിൽ നിൽക്കുന്നത്. തീർച്ചയായും ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പേ ഷാഫി പറമ്പിൽ പറഞ്ഞ കാര്യം എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്. എൻ്റെ കുട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അവൻ കടന്നു വന്ന വഴികളെക്കുറിച്ച് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ എന്ന കാര്യം ഷാഫി പറമ്പിൽ മുൻപ് പറഞ്ഞിരുന്നു. ഒരു കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് മനു. അതായത് എന്തെങ്കിലും ഒരു ഭരണപക്ഷത്തിനെതിരായിട്ടുള്ള വാർത്ത വന്നാൽ ഉടനെ തന്നെ ഇവർ റീൽസോ അല്ലെങ്കിൽ അത് ആദ്യം തന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇവരുടെ വരാറുണ്ട്, ഉടനെ തന്നെ മാധ്യമങ്ങളെ കാണാറുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ വരുമ്പോൾ ഒരു പോസ്റ്റ് പോലും ഷാഫി പറമ്പിൽ ഈ സംശുദ്ധതയുടെ രാഷ്ട്രീയമൊക്കെ ഒത്തിപ്പിടിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഇവരൊക്കെ പൂർണ്ണമായും മൗനത്തിൽ പോകുകയായിരുന്നു. മാധ്യമങ്ങളെ കണ്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഷാഫി പറമ്പിൽ ബീഹാറിലാണെന്നാണ്. ബീഹാറിൽ ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടെന്നാണ്. പക്ഷേ അവിടെ വെച്ച് മാധ്യമങ്ങളെ കാണാമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റോ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായും മൗനത്തിലായിരുന്നു. ഒരു കാര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. അതായത് ഈ ഉയർന്നു വരുന്ന എല്ലാ പരാതികളും വ്യാജമാണെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലോ കോടതിയെ സമീപിക്കുന്നില്ല എന്നൊരു ചോദ്യമാണ്. കാരണം ഈ ഉയർന്നു വരുന്ന എല്ലാ പരാതികളും വ്യാജമെന്ന് ഒന്ന് സങ്കല്പിച്ചാൽ ഇവർ ഇത്തരത്തിൽ ഇങ്ങനെ തുടർച്ചയായുള്ള പരാതികൾ ഉയർന്നു വരുമ്പോൾ എന്തുകൊണ്ട് ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ നിരപരാധിയാണെങ്കിൽ എന്തുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നില്ല എന്ന കാര്യമാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ഏറ്റവും പറയേണ്ടത്. ഏതായാലും ഇന്ന് 10 മണിയോടുകൂടി വടകരയിൽ ഷാഫി പറമ്പിൽ MP മാധ്യമങ്ങളെ കാണുന്നതായിരിക്കും. എന്തായാലും ചോദ്യശരങ്ങളൊക്കെ നേരിടേണ്ടി വരും. എന്തുകൊണ്ട് ഇത്രയും ദിവസം മൗനത്തിൽ പോയി, ഒരു വരി പോലും ഫേസ്ബുക്കിൽ എന്തുകൊണ്ട് പോസ്റ്റ് ചെയ്തില്ല എന്നുള്ള കാര്യങ്ങളടക്കം ഷാഫി പറമ്പിൽ ഉത്തരം നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയരുന്ന പരാതികൾ അത് സത്യമാണോ, അതിൽ കഴമ്പുണ്ടോ, അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ തള്ളിക്കളയുന്നുണ്ടോ
എന്താണ് ഷാഫി പറമ്പിൽ ഇക്കാര്യത്തിൽ പറയാൻ പോകുന്ന നിലപാട് എന്നാണ് നമ്മളെല്ലാവരും കാതോർത്തിരിക്കുന്നത്. മനു. ശരി, ഏതായാലും കേരളം കാത്തിരിക്കുകയാണ് ഷാഫി പറമ്പിൽ എന്തു പറയും എന്നറിയാൻ വേണ്ടിയിട്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുമോ അതോ രാഹുലിനെ സംരക്ഷിച്ച് പിടിക്കുമോ ഷാഫി പറമ്പിൽ എന്ന ചോദ്യം ഇപ്പോൾ കേരളം ഒന്നടങ്കം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്, ഏറ്റവും അടുത്ത മനസാക്ഷി സൂക്ഷിപ്പുകാരാണ് അവർ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ പല ആരോപണങ്ങൾ രാഹുലിനെതിരെ വന്ന കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഷാഫിക്ക് അറിയാമായിരുന്നുവെന്നാണ് ഈ പരാതി പറഞ്ഞ് പലരും വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിന് ഒരുപാട് ബാധ്യതകൾ, ഉത്തരവാദിത്വങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അന്ന് രാഹുലിനെ സംരക്ഷിച്ച് നിർത്തിയത്? ഈ പരാതികളൊക്കെ കേട്ടിട്ടും ഇങ്ങനെ ചേർത്ത് നിർത്തിയത് എന്തുകൊണ്ടാണ്? ഷാഫിക്ക് എന്താണ് പങ്ക് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ പൊതുസമൂഹം ഒന്നടങ്കം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാഫി പറമ്പിൽ മൗനം വെടിയട്ടെ. ഏതായാലും എന്തൊക്കെ ഉത്തരം ഷാഫി പറമ്പിൽ പറയുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.